എൻ്റെ ബിഗ് ബോസിലെ ലൈഫൊക്കെ പറഞ്ഞു തരാൻ ഞാൻ വിചാരിച്ചു. ബിഗ് ബോസിൽ ഹാപ്പി ആയിരുന്നു, എല്ലാ തരത്തിലും ഹാപ്പി ആയിരുന്നു എന്നല്ല, ഒരുപാട് നല്ലതും മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കിതൊരു ക്ലെൻസിങ് ആയിരുന്നു. വെളുത്തിട്ട് പാറുക എന്നുള്ള പ്രൊഡക്റ്റിന്റെ പ്രൊമോഷന് ശേഷം നമ്മുടെ ജാസ്മിൻ ജാഫർ പുതിയൊരു വെളുപ്പിക്കൽ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ലൈവിൽ അധികം ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ, അതായത് ഞാൻ ചെയ്തത് അതാണ് ഇതാണ്, നമുക്ക് ഈ ഗെയിമിൻ്റെ ഇതിലാണ് ഞാൻ അവിടെ നിന്നത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ പേഴ്സണലായിട്ട് എടുത്തിട്ടല്ല നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ മെഴുകിൽ തന്നെ. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നതുകൊണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോയതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റി. സത്യമാണ്, പുള്ളിക്കാരിക്കും പഠിക്കാൻ പറ്റി, പുള്ളിക്കാരിയെയും പഠിക്കാൻ പറ്റി. അതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയി നന്നായ രണ്ടാമത്തെ ആളാണ് ജാസ്മിൻ. ആദ്യത്തെ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ, നമ്മുടെ കണ്ണൻ സായി. ബിഗ് ബോസ് വീടിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് പേരെ ക്ലെൻസ് ചെയ്യാൻ പറ്റി. ശരിയാണ്, നമ്മുടെ ജാസ്മിൻ ഉള്ളിൽ പോയത് കൊണ്ട് തന്നെ ജാസ്മിൻ എങ്ങനെയാണെന്നുള്ളത് ജാസ്മിൻ്റെ കൂടെയുള്ളവർക്കും മനസ്സിലായി, ജാസ്മിൻ്റെ കൂടെയുള്ളവർ എങ്ങനെയാണെന്നുള്ളത് ജാസ്മിനും മനസ്സിലായി. എന്തെങ്കിലും മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ജാസ്മിൻ എങ്ങനെയാണ് എന്നുള്ളത് ജാസ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും മനസ്സിലായി, ജാസ്മിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എങ്ങനെയാണെന്ന് ജാസ്മിനും മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. പൈസയ്ക്ക് മാത്രം വാല്യൂ കൊടുക്കുന്ന എത്ര പേര് കാണും, പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എറിഞ്ഞിട്ട് കൊടുക്കുന്ന എത്ര പേര് കാണും, എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണുന്നതൊക്കെ എനിക്ക് അറിയാൻ പറ്റിയ ഒരു വലിയ അവസരമായിരുന്നു. സത്യം പറഞ്ഞിട്ട് ജാസ്മിൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാസ്മിൻ്റെ കൂടെ നിന്നിട്ട് പണി കൊടുത്തിട്ടുള്ള ജാസ്മിൻ്റെ കൂട്ടുകാരനില്ലേ ഒരാള്, പുറത്തിരുന്നിട്ട് പി ആർ ആയിട്ട് ഏൽപ്പിച്ചിട്ട് പോയ നമ്മുടെ വിവി ഇപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് ജാസ്മിനും സായിയും ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ചിട്ട് ഈ പറയുന്ന വിവി ആണല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ നെഗറ്റീവുകളെല്ലാം പുറത്തോട്ട് വിട്ടത്, നെഗറ്റീവുകളല്ല പേഴ്സണൽ കാര്യങ്ങളെല്ലാം പുറത്തോട്ട് വിട്ടത്. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ ചേർന്നിട്ട്, ഇപ്പോൾ സായിക്കാണെങ്കിലും ഭയങ്കര നെഗറ്റീവ് ആണല്ലോ, അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് വിവിക്കിട്ട് ഒരുമിച്ചിട്ട് അങ്ങോട്ട് പണിയാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് തോന്നും. എന്തായാലും ഇവരെ ഈ വിവി, സായി, ജാസ്മിൻ, ഈ യൂട്യൂബിൽ കളിക്കുന്നവരെല്ലാവരും ഇവരെല്ലാം ഒരു ടീമാട്ടാ. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പണി വെക്കാനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ ടീമായിട്ട് തിരിഞ്ഞ് നടക്കുകയാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഇപ്പോൾ നമ്മൾ ജാസ്മിൻ്റെ വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ജാസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ജാസ്മിൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് നമുക്ക് കേട്ടോ. പറഞ്ഞു പരത്തിയത് പലതും, അതൊക്കെ പലതും നുണയാണെന്ന് കാലം തെളിയിക്കും. അതിനകത്ത് 1-2-3 കാര്യങ്ങൾ ഞാൻ പറയും. എൻ്റെ എൻഗേജ്മെന്റ് തേങ്ങ മാങ്ങ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല. എന്തോന്ന് എൻഗേജ്മെന്റ് ഉള്ളതല്ല എന്നാ? ചേടാ, അപ്പൊ ഇത് ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടത്? ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ് ഞാൻ കമ്മിറ്റഡ് ആണെങ്കിൽ ആ കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ആ ഓട്ടക്കം ഉണ്ടല്ലോ, അതിപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ട്. അതായത് ഡാഡി വന്നിട്ട് വിളിച്ചിട്ട് ബ്ലോക്കാണെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നില്ലേ, ഞാൻ കമ്മിറ്റഡ് ആണ് ഗെയ്സ്, എന്നെ ആരും കുറ്റം പറയല്ലേ ഗെയ്സ് എന്ന് പറഞ്ഞിട്ട് ഓടിയത്. അപ്പോൾ അതെന്താണ്? ഈ കമ്മിറ്റഡ് മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്മിറ്റഡ് ആണ് പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല, അതായിരിക്കും എൻ്റെ ഉദ്ദേശിച്ചില്ല. പക്ഷെ പല സ്ഥലത്തും പറഞ്ഞാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നുള്ളത്. പിന്നെ ജാസ്മിൻ മാത്രമല്ല, ജാസ്മിൻ്റെ ഉപ്പയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, എൻ്റെ മോളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്, അതായത് വിവാഹം നിശ്ചയം കഴിഞ്ഞതാണ് എന്നുള്ളത്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞ് പിന്നെ ജാസ്മിൻ സ്വയം ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി ഓരോന്നായിട്ട് വരുമ്പം അതിനെ നമ്മളൊന്ന് കണ്ടിട്ട് നമ്മുടെ വിലയിരുത്തലുകൾ പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ജാസ്മിൻ ഇപ്പോൾ കല്യാണം കഴിച്ചാലെന്ത്, എൻഗേജ്മെന്റ് കഴിഞ്ഞാലെന്ത്, നിശ്ചയം കഴിഞ്ഞാലെന്ത്, പറ്റിച്ചാലെന്ത്, നമുക്കെന്ത്. പക്ഷെ ഇതെല്ലാം കൂടി സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോൾ അതെടുത്തിട്ട് നമ്മളൊന്ന് നോക്കും. അല്ലെങ്കിൽ നമ്മുടെ കണ്ണൻ സായി പറയുന്ന പോലെ ഓഡിറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. കുറെ ആൾക്കാരുണ്ട് അത് യൂട്ടിലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ചെയ്യാം, കുറെ ഇൻകത്തിന് വേണ്ടിയിട്ടാണ്, കുറെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യാം ഇത് ചെയ്യാനുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ എന്റെ വീട്ടിനകത്ത് വന്ന് ഞാൻ ഫുഡ് കഴിച്ച്, അല്ലെങ്കിൽ നോമ്പ് കഞ്ഞി വരെ വാങ്ങിച്ചു കുടിച്ച്, അല്ലെങ്കിൽ അത് വളരെ മോശമായി പോയിട്ടോ. ജാസ്മിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ജാസ്മിന്റെ വീട്ടിൽ പോയിട്ട് ചോറ് വരെ ഉണ്ട്, അല്ലെങ്കിൽ നോമ്പ് കഞ്ഞി വരെ കുടിച്ച ആളുകൾ നേരെ തിരിഞ്ഞു നിന്ന് ജാസ്മിനെതിരെ പറഞ്ഞതും ജാസ്മിനെതിരെ കൊത്തിയതും വളരെ മോശമായി. നോമ്പ് കഞ്ഞി കുടിച്ചാലും ചോറുണ്ടാലും ബിരിയാണി തിന്നാലും ഉള്ളതുള്ള പോലെ പറയാൻ പാടില്ല കേട്ടല്ലോ.
ഇങ്ങനെ കൂടെ നിന്ന് ഇങ്ങനെ ഒരുമാതിരി ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ കുതികാലി വെട്ടുന്ന പരിപാടി ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒന്നുമില്ലെങ്കിലും കുറേ ചോറും ഇതൊക്കെ തന്നാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്ഷണിച്ച് തന്നതാണ്. അപ്പം ഇല്ലാത്തതാണെങ്കിലും ഉള്ളതാണെങ്കിലും ഈ ചങ്ങായിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഇത് പ്രൂഫ് ഞാൻ കൊണ്ടുവരാൻ എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ അയ്യോ പൊത്തോന്ന് കിടന്ന് വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഇതുവരെ നീ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. ഞാൻ അതിനകത്തായിരുന്നു പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പൊ നീയൊക്കെ കളിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ജീവനോടുണ്ട്, ഞാൻ ചാവുന്നവരിവിടെ കാണും. എൻ്റെ അമ്മോ, ജാസ്മിൻ കലിപ്പായിട്ടാ. ഇത് ആരോടാണ് ഈ കലിപ്പാവുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജാസ്മിൻ ഇതേപോലെ എന്തെങ്കിലും ആയിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാളെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞൂടെ? ഇതിങ്ങനെ വീഡിയോയിലൂടെ പറഞ്ഞ് നമ്മളെ കൂടെ ഇങ്ങനെ പേടിപ്പിക്കണോ? എന്തിനാണ് ജാസ്മിൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? എന്തൊരു കലിപ്പാണ് ഇത് തന്നെ ജാസ്മിൻ. ഇതാണ് ബിഗ് ബോസ് ജാസ്മിൻ. ഇത്ര ആൾക്കാർ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം പറഞ്ഞു തന്നാലും അത് പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കളിയാക്കലോടെയും എടുക്കാനേ പലർക്കും പറ്റുള്ളൂ. ഇത് എനിക്ക് വയ്യാതെ കിടന്നത് പോലും, എനിക്ക് ഒട്ടും വയ്യാതെ കിടന്നത് പോലും ഞാൻ ഒരു റീൽ എങ്ങനെ ഉണ്ട് അതിന്റെ അടിയിലൊക്കെ എന്തോരം മോശം കമന്റ് എന്തൊക്കെയാ പറയണത് എനിക്ക് കണ്ടിരിക്കാൻ പോലും പറ്റില്ല. കാരണം നമുക്ക് അത്രയും നമ്മൾ അവിടെ അനുഭവിച്ചിട്ട് അതിന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു നോവാണുള്ളത്. കാരണം അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത. എന്റെ പൊന്നു ജാസ്മിനെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ജാസ്മിന്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ജാസ്മിൻ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോകുന്നു. അതിൻ്റെ ഉള്ളിൽ എന്താണ് ജാസ്മിൻ ചെയ്തത് അത് കാണുന്നത് വെച്ചിട്ടാണ് ഈ പുറത്തുള്ള ആളുകൾ ഓരോന്ന് പറഞ്ഞത്. അതിന് ഈ ദൈവത്തിനെല്ലാം എന്തിനു കൂട്ടുപിടിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ മര്യാദയ്ക്ക് കളിക്കുന്നവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്താണ് കളിക്കുക? അത് മര്യാദയാണോ മര്യാദകേടാണോ എന്നുള്ളത് അത് സെക്കൻഡറി. ഓക്കെ, ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ എന്ത് കളിച്ചോ ആ കളിച്ച വീഡിയോ കണ്ടിട്ട് ആണ് ഇവിടെ ഉള്ളവർ അതിനെതിരെയാണ് കുറ്റം പറഞ്ഞത്. പിന്നെ പേഴ്സണൽ കാര്യം എടുത്തിട്ട് പറയുന്നവരുണ്ട്, അത് വേറെ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ആ പേഴ്സണൽ കാര്യം എടുത്ത് പറഞ്ഞവർക്കെതിരെയാണ് ഈ ജാസ്മിൻ ഈ വീഡിയോ ഇട്ടതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ആയിട്ടല്ല ഇട്ടത്. അത് അവരെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ആയിരുന്നു നല്ലത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലെ വീണ്ടും ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ വീണ്ടും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. എന്റെ പൊന്നെ, നീയൊക്കെ ഇതുകൊണ്ട് അരി വാങ്ങിച്ച് തിന്ന് ദഹിക്കൂടെ? അറിയാത്തോണ്ട് ഞാൻ ചോദിക്കും, തിന്ന് ദഹിക്കൂ? എന്റെ പൊന്ന് ജാസ്മിനെ, ഈ അരി മേടിച്ച് തിന്നാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആരും ഇതിങ്ങനെ മാനത്തുനിന്ന് എടുത്തിട്ട് പറയുന്നല്ല. ഇതിപ്പോ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് താൻ അതിൻ്റെ ഉള്ളിൽ കാണിച്ച, അതായത് ബിഗ് ബോസിന്റെ ഉള്ളിൽ കാണിച്ചത് എന്താണോ അത് വെച്ചിട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. അല്ലാത്ത പേഴ്സണൽ കാര്യം പറയുന്നതിന്റെയും വോയിസ് എല്ലാം ലീക്ക് ആക്കുന്നത് അതൊക്കെ വേറെ യൂണിവേഴ്സ്. ഓക്കെ, ആ കാര്യമല്ല നമ്മൾ പറയുന്നത്. യൂട്യൂബേഴ്സിനെ മൊത്തത്തിൽ പറയുന്നതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കാണുന്നത് എന്താണോ അതിനെക്കുറിച്ച് പറയുന്നതിന് എന്താ പ്രശ്നം? അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കിട്ടുന്ന അരി തിന്നുന്നതിന് എന്താണ് പ്രശ്നം? വയറ്റി പിടിക്കും, അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പുറകിലൂടെ വന്ന് കുത്തിയിട്ട് ആ വോയിസ് എടുത്ത് ലീക്കാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ അരിയിൽ ചിലപ്പോൾ കുറച്ച് കല്ലൊക്കെ ഉണ്ടാവും. അപ്പം അത് ദഹിക്കില്ല. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പം നമുക്കത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ചെയ്തതൊക്കെ വെറും ഗെയിമായിരുന്നു. അതായത് ഗബ്രിയുമായിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുള്ളിക്കാരത്തേക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു ആ റിലേഷനെ കുറിച്ച്. പക്ഷെ പുറത്തിറങ്ങി എല്ലാം കണ്ടപ്പം പുള്ളിക്കാരത്തേക്ക് ശരിക്കും ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അത് മതി, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ജാസ്മിനെ പുറത്ത് നിന്നുകൊണ്ട് പലരും ചതിച്ചു. അതേപോലെ തന്നെ ജാസ്മിൻ പുറത്തുള്ളവരെയും ചതിച്ചു എന്നൊക്കെയാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. അഫ്സൽ ഖാനെ പോലുള്ളവരെ ചതിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് പുതിയൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് അഫ്സൽ വന്നിട്ട് കുറേ എന്തെങ്കിലും ചാറ്റെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട്. ആദ്യം ഉപ്പ പറഞ്ഞു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കല്യാണ നിശ്ചയം കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ ജാസ്മിൻ വന്നിട്ട് പറഞ്ഞു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, അത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ട് ജാസ്മിൻ പൂർവാധികം ശക്തിയോടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിൻ്റെ കൂടുതൽ വെളുപ്പിക്കൽ പരിപാടികൾ കാണാം. ഏതായാലും ജാസ്മിനും ഉപ്പയും കൂടെ വീട്ടിലിരുന്നിട്ട് തീരുമാനിക്കട്ടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. ആദ്യം അവർ തമ്മിലൊരു ധാരണയിലെത്തിയിട്ട് ഇനിയിപ്പോൾ അടുത്ത വീഡിയോകളിൽ ചിലപ്പം അഫ്സൽ വരും, എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയും ഇതെല്ലാം കാണിച്ചുകൊണ്ട് വരുമായിരിക്കും. അപ്പോൾ അവർ തമ്മിലൊരു ചർച്ചയെല്ലാം ചെയ്തിട്ട് എന്നാൽ പിന്നെ ഇത് കഴിഞ്ഞെന്ന് പറയാം, അല്ല കഴിഞ്ഞില്ല എന്ന് പറയാം. അവരൊന്ന് തീരുമാനിച്ചിട്ട് വരട്ടെ. അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ ബിഗ് ബോസ് പരിപാടി കഴിഞ്ഞ് ഇത്രയും നാൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള ജാസ്മിൻ്റെ കളികളെ കുറിച്ചായിരുന്നു. ഇനി പുറത്ത് ഉള്ളത് ജാസ്മിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അത് വെച്ച് മാത്രം നമ്മൾ വീഡിയോ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ ജാസ്മിൻ്റെ വീട്ടിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഫോണിൽ നിന്ന് പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടോ അങ്ങനെയൊന്നും ഒരാളും ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. അപ്പോൾ യൂട്യൂബേഴ്സിനെ മൊത്തത്തിൽ പറയുന്നത് അത്ര നല്ലതായിട്ട് കാര്യമല്ല. സോഷ്യൽ മീഡിയ വരുന്നതിനെ എടുത്തിട്ട് ഓഡിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ.